ഭയങ്കര സ്ട്രെസ്സുള്ളൊരു ലൈഫാണ് ഇവിടുത്തെ ഒരു ലൈഫ്, പ്രവാസികളുടെ ലൈഫ്. രാവിലെ എഴുന്നേൽക്കുന്നു, ജോലിക്ക് പോകുന്നു. അപ്പോൾ സ്ട്രെസ് ഇല്ലാതെ എനിക്ക് ജീവിക്കണം, എന്ത് അഡ്വൈസാണ് തരാൻ പറ്റുക? സ്ട്രെസ്സ് അത്യാവശ്യം വേണം. സ്ട്രെസ് ഇല്ലെങ്കിൽ പിന്നെ ജീവിതത്തിന് എന്താർത്ഥം? നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ ഉടനെ തന്നെ സാധിക്കുകയാണെങ്കിൽ പിന്നെ എന്താർത്ഥം ജീവിതത്തിന്? അപ്പോൾ കുറച്ചൊക്കെ സ്ട്രെസ് ഉണ്ടാവും. പിന്നെ സ്ട്രെസ് ഉണ്ടെങ്കിൽ ആ സ്ട്രെസ്സറിനെയാണ് നമ്മൾ ആദ്യം കണ്ടെത്തേണ്ടത്. എന്താണ് സ്ട്രെസ്സർ? ചിലപ്പോൾ ഞാൻ നിങ്ങളൊരു സ്റ്റേഷനിൽ വർക്ക് ചെയ്യുകയാണ്. ആ റേഡിയോ സ്റ്റേഷനിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടുത്തെ ഒരു 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 എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളായിരിക്കും ചിലപ്പോൾ എൻ്റെ പ്രശ്നം. അയാളായിരിക്കും എൻ്റെ സ്ട്രെസ്സർ. അയാളായിട്ട് എനിക്ക് എന്തെങ്കിലും മുമ്പ് എന്തെങ്കിലും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവും. അയാളെ കണ്ടിട്ടാണ് ഞാൻ എൻ്റെ സ്റ്റേഷനിലേക്ക്, എൻ്റെ ജോലി സ്ഥലത്തേക്ക് വരുന്നത്. അതായിരിക്കും. അപ്പോൾ അത് ചിലപ്പോൾ എനിക്ക് ഡിസ്കംഫർട്ട് ഉണ്ടാവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസ്വസ്ഥതകൾ. അതാണെങ്കിൽ അത് റിമൂവ് ചെയ്യണം. ഇതൊന്നും ഇല്ലാതെ പിന്നെ നമുക്കുള്ള കുറേ സ്ട്രെസ്സ് വരുന്നത് നമ്മളെ എക്സ്പെക്റ്റേഷൻസാണ്. ഭയങ്കര എക്സ്പെക്റ്റേഷനാണ് നമുക്ക്. അപ്പോൾ എക്സ്പെക്റ്റേഷൻസ് വരുന്നതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ നമ്മളെ വരുമാനം, നമ്മളെ ചുറ്റുപാടും, നമ്മളെ എന്താ പറയുക, ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, ഇതിനെപ്പറ്റി നമുക്കൊരു ധാരണ ഉണ്ടായിട്ട് അതനുസരിച്ച് മുന്നോട്ട് പോകാൻ നമ്മൾ പഠിക്കണം. പിന്നെ നമ്മൾ എപ്പോഴും ഒരു ഷെഡ്യൂൾ ചെയ്യുക. നമ്മൾ ഒരു ദിവസം നമ്മൾ ചില കാര്യങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്തിട്ട് വേണം പ്രവർത്തിക്കാൻ. ഇന്ന് നമ്മൾ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് നമ്മളിനൊരു സെൽഫ് ഇവാലുവേഷൻ നടത്തുക. ഇത് നമ്മൾ കിടക്കുന്നതിന് മുമ്പൊക്കെ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് നമ്മളതൊരു ഷെഡ്യൂൾ ചെയ്തിട്ട് നമ്മളെ ലൈഫിൽ ഒരു പാറ്റേൺ ആക്കി മാറ്റുക. അപ്പോൾ നമ്മൾ തന്നെ ചിന്തിക്കുമ്പോൾ ഞാനിപ്പോൾ ഇന്ന് എന്തൊക്കെ ചെയ്തു, രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു, അതിലെന്തൊക്കെ അബദ്ധങ്ങൾ, എന്തൊക്കെ നല്ല കാര്യങ്ങൾ നമുക്ക് തന്നെ റിയലൈസ് ചെയ്യാൻ പറ്റും, കുറേയൊക്കെ നമുക്ക് തന്നെ കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതിന് കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് നമ്മളെ ഫാമിലിയോടൊക്കെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് കുട്ടികളോടൊക്കെ സംസാരിച്ച് അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് കുറേ സ്ട്രെസ്സ് റിലീസ് ചെയ്യാൻ പറ്റും. കാരണം ഈ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും, അതിങ്ങനെ വന്നുകൊണ്ടിരിക്കും, ഒന്നല്ലെങ്കിൽ ഒന്ന് അടുത്ത് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതിനെ പൂർണ്ണമായിട്ട് തുടച്ചു നീക്കാൻ ചിലപ്പോൾ നമുക്ക് സാധിച്ചോളണമെന്നില്ല. പക്ഷേ അതിനെ ഓവർകം ചെയ്ത് നമ്മളെങ്ങനെ മുന്നോട്ട് നമ്മളെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത്, അത് പ്രയോറിറ്റൈസ് ചെയ്ത് നമ്മൾ ലൈഫിൽ ആദ്യം വേണ്ടത് മുൻഗണന ഇതിലേക്ക് കൊടുക്കണം എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് സ്ട്രെസ് ഇല്ലാതെ തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കും.